നമുക്കിന്ന് കോഡിംഗ് പഠിക്കാം. നമുക്കിന്ന് കോഡിംഗ് സ്ക്രാച്ചിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പം കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഫോളോ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലായിരിക്കണം. ആ ഭാഷയാണ് കോഡിംഗ് ഭാഷ. അതാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും ചെയ്യാൻ പറയണത്. ഈ കാര്യം ചെയ്യ്, ആ കാര്യം ചെയ്യ് എന്ന് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയത്തില്ലേ, അതാണ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുള്ളത്. അത് നമ്മൾ കോഡിംഗ് പഠിക്കാൻ പോകുന്നത് സ്ക്രാച്ചിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ സ്ക്രാച്ച് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് സ്ക്രാച്ച് കാണാൻ പറ്റുന്നത്. ഈ പൂച്ചേനെ കണ്ടോ? ഈ പൂച്ച ഒരു ക്യാരക്ടറാണ്. ഇനി ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തുമാകാം, ഒരു റോൾ ഉള്ള എന്തിനേയും നമുക്ക് ക്യാരക്ടർ എന്ന് പറയാം. ഇപ്പോൾ ഡോറ ഡോറ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ടോം ആൻഡ് ജെറിയിലെ ടോം ഒരു ക്യാരക്ടറാണ്, ജെറി ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പോക്കിമോനിലെ പിക്കാച്ചി ഒരു ക്യാരക്ടറാണ്, ചാർമെൻഡർ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പലത് ഗെയിംസിലും പല മൂവീസിലും ഒക്കെ നമ്മൾ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരക്ടറാണ് ഇവിടെ ഈ പൂച്ചയും. ഇപ്പം നിങ്ങൾക്ക് പൂച്ചയ്ക്ക് പകരമായിട്ട് വേറെ ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ അതുകൊണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഈ ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് സ്പ്രൈറ്റ് എന്ന്. സ്ക്രാച്ചിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ വിളിക്കുന്നത് സ്പ്രൈറ്റ് എന്നാണ്. ഇനി നമുക്കിനി വേറെ ഒരു ക്യാരക്ടർ വേണം, വേറൊരു സ്പ്രൈറ്റ് വേണം, അല്ലെങ്കിൽ ഇനിയും വേറൊരു സ്പ്രൈറ്റ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പർപ്പിൾ കളറിലെ സർക്കിൾ കണ്ടോ? റൈറ്റ് സൈഡ് താഴേക്ക് നോക്കൂ. ഒരു പൂച്ചയുടെ മുഖമുള്ള പർപ്പിൾ കളർ സർക്കിൾ ഇവിടെ വരിക. ഇവിടെ വന്നാൽ മതി, ക്ലിക്ക് ചെയ്യണ്ട. ഇനി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ചൂസ് എ സ്പ്രൈറ്റ്. കണ്ടോ? ഇവിടേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം ഇത് നിങ്ങളെ സ്പ്രൈറ്റ് ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾക്ക് കുറേ ഏറെ സ്പ്രൈറ്റ്സിനെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പ്രൈറ്റ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു കുട്ടിക്കുരങ്ങനെ എടുത്താലോ? ഞാൻ ഈ ഒരു കുട്ടിക്കുരങ്ങനെ എടുത്ത്. കുട്ടിക്കുരങ്ങൻ എങ്ങനെയുണ്ട്? സുന്ദരനാണോ? ഓക്കെ, ഇനി സ്പ്രൈറ്റ് ലൈബ്രറിയിൽ നിന്ന് ഒരു സ്പ്രൈറ്റിനെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ ക്യാൻവസിൽ കൊണ്ടുവരും. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പ്രൈറ്റ് നിങ്ങൾക്ക് സ്വയമായിട്ട് വരയ്ക്കാവുന്നതാണ്. ഇനി അടുത്തൊരു എന്ന് പറയുമ്പം സർപ്രൈസ് ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സർപ്രൈസ് ഓപ്ഷനാണ്. സർപ്രൈസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു സ്പ്രൈറ്റ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നതാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് അപ്ലോഡ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പട്ടിയുടെ പടമുണ്ട്, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ പടമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്കത് ഇവിടെ ഒരു സ്പ്രൈറ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഒരിക്കൽ കാണുന്നതാണ്, ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ക്യാറ്റിലേക്ക് വരാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു വെള്ള സ്ക്വയർ കണ്ടോ? ഈ ക്യാരക്ടേഴ്സ് നിൽക്കുന്ന, ഈ സ്പ്രൈറ്റ്സ് നിൽക്കുന്ന സ്ഥലം, ഇതാണ് സ്റ്റേജ്. നമ്മൾ എന്ത് കമ്പ്യൂട്ടറിനോട് പറഞ്ഞാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാം, ഈ കുരങ്ങനെ ഒന്ന് ചാടിച്ചേ, അല്ലെങ്കിൽ ഈ പൂച്ചേനെ ഒന്ന് 10 അടി മുന്നോട്ട് നടത്തിക്കേ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണെന്ന് അറിയട്ടെ? ഇതൊക്കെ സംഭവിക്കുന്നതാണ് സ്റ്റേജിലാണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റേജ് ഭയങ്കര വെള്ളയല്ലേ, നമുക്കതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ പറയുന്നതാണ് ബാക്ക്ഡ്രോപ്സ്. ഇനി നിങ്ങളൊരു പർപ്പിൾ സർക്കിൾ കണ്ടോ? റൈറ്റ് സൈഡ് താഴേക്ക് തന്നെ ഈ പൂച്ചയുടെ മുഖമുള്ളതിൻ്റെ കൂടെ തന്നെ കണ്ടോ? ഇവിടെ വരിക. ഇവിടെ ആദ്യത്തെ ഓപ്ഷനാണ് ചൂസ് എ ബാക്ക്ഡ്രോപ്പ്. ഇനി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇത് നിങ്ങളെ ബാക്ക്ഡ്രോപ്പ് ലൈബ്രറിയിൽ കൊണ്ടുപോകും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ബാക്ക്ഡ്രോപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ പൂച്ചയും കുരങ്ങനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കാർഡ് സെലക്ട് ചെയ്താലോ? നമുക്കൊരു ഫോറസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറിയുടെ അക്കോർഡിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിമിൻ്റെ അക്കോർഡിംഗ് നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും, ഏത് സ്പ്രൈറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഏത് ബാക്ക്ഡ്രോപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ അക്കോർഡിംഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ തൽക്കാലത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇത് ആഡ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ബാക്ക്ഡ്രോപ്പ് ആഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ പെയിൻറ്റ് ബ്രഷ്. പെയിൻറ്റ് ബ്രഷ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സ്വയമായിട്ടൊരു ബാക്ക് ഡ്രോപ്പ് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാൻ പോണതും ബാക്ക് ഡ്രോപ്പൊക്കെ സ്വയമായിട്ട് വരയ്ക്കുന്നതാണ്. പിക്കാച്ചു വേഴ്സസ് ചാർമെൻഡർ ഗെയിം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്സ് എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. നമ്മളത് മൊത്തമായിട്ടും ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ഗെയിം. പക്ഷേ അത് ചെയ്തെടുത്തോളം എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് വരച്ചത് എന്നൊക്കെ ഉള്ളത് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതും അത് കൂടാതെ തന്നെ ആ പിക്കാച്ചു വേഴ്സസ് ചാർമെൻഡർ ഗെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ വീഡിയോസിലായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. 3 വീഡിയോസിലായിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. സോ അത് വാച്ച് ചെയ്യുക, എല്ലാവരും ഇഷ്ടമുള്ളത് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റോറീസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും വരുന്നതാണ്, ഉടനെ തന്നെ വരുന്നതാണ്. സ്റ്റോറീസ് ആകട്ടെ, ഇനിയും ഗെയിംസ് ആകട്ടെ, എല്ലാം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കാണാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തത് സർപ്രൈസ് ഓപ്ഷൻ. സർപ്രൈസ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒരു ബാക്ക് ഡ്രോപ്പ് തന്നെയായി സ്വയമായി സെലക്ട് ചെയ്യുന്നതാണ് സർപ്രൈസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കുണ്ട് അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കേഷനിൽ പോയി എന്ന് പറയാം. നമുക്ക് മൂന്നാർ തന്നെ പിടിക്കാം. നിങ്ങൾ മൂന്നാറിൽ വെക്കേഷനിൽ പോയി എന്ന് പറയാം. മൂന്നാർ സ്ഥലത്തിൻ്റെ ഒരു നല്ലൊരു അടിപൊളി പിക്ചർ നിങ്ങളുടെ ലാപ്ടോപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി നമുക്കിവിടെ ഒരു സെൻറ്റർ പാർട്ടിലേക്ക് വരാം. ഈ സെൻറ്റർ കണ്ടോ, ഈ വെള്ള കളറിൽ ഒന്നും ഇല്ലാത്ത ഈ സെൻറ്റർ വെള്ള, ഇതിനാണ് നമ്മൾ പറയുന്നത് കോഡ് ഏരിയ അല്ലെങ്കിൽ കമാൻഡ് ഏരിയ. ഇവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിനോട് ഇൻസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ പറഞ്ഞതാണ്, ഇതിനാണ് പറയുന്നത് ബ്ലോക്സ് ഏരിയ. ഇനി ബ്ലോക്സ് ഏരിയയിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു കോഡ് ടാബ് ഉണ്ട്. കോഡിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ മോഷൻ കാറ്റഗറിയിൽ പോയാൽ ഇത്രയും ബ്ലോക്സ് നമുക്ക് കാണാം. ഇതിനൊക്കെയാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ മൂവ് 10 സ്റ്റെപ്പായി, ടേൺ റൈറ്റ് ആയി, ടേൺ ലെഫ്റ്റ് ആയി, ഇതിനെല്ലാം ബ്ലോക്സ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ താഴേക്ക് പോകാം, മുകളിലേക്ക് പോകാം, ഇതിനൊക്കെ ബ്ലോക്സ് എന്ന് പറയും. അപ്പോൾ ഈ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയേണ്ടത്. ഈ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു പൂച്ചേനെ 10 അടി മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കമ്പ്യൂട്ടറിനോട് പറയാൻ പോകണം. അപ്പോൾ ഞാനിവിടെ മൂവ് 10 സ്റ്റെപ്പ് ബ്ലോക്ക് എടുത്തു. എന്നിട്ട് ഞാനിതിവിടെ കമാൻഡ് ഏരിയയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ കമ്പ്യൂട്ടറിനോട് പറയുകയാണ് ഈ പൂച്ചേനെ 10 അടി മുന്നോട്ട് നടക്കും. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണേ, പൂച്ച 10 അടി മുന്നോട്ട് നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണേ. പൂച്ച മൂവ് ചെയ്തോ? ഇതിനാണ് പറയണത് കമാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന്. ഓക്കെ, ഇനി അതുപോലെ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണിത്. നമുക്ക് ഓരോ ഗെയിം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ബ്ലോക്സ് എല്ലാം പഠിച്ചെടുക്കുന്നതാണ്. സോ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഈ ഒരു ഗ്രീൻ ഫ്ലാഗ് നിങ്ങൾ കണ്ടോ സ്റ്റേജിൻ്റെ മുകളിലായിട്ട്? ഈ ഒരു ഗ്രീൻ ഫ്ലാഗിന് നമ്മൾ പറയുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആവും. പക്ഷേ അത് ചുമ്മാ അതൊന്നും സ്റ്റാർട്ട് ആവില്ല, അതിനും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയണം. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ പറയണം. അതെല്ലാം നമുക്ക് പഠിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെയുള്ളതാണ് സ്റ്റോപ്പ് ബട്ടൺ. റെഡ് കളറിലെ സർക്കിൾ കണ്ടോ നിങ്ങൾ? അതാണ് സ്റ്റോപ്പ് ബട്ടൺ. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇത് പാർട്ട് 1 ആയിരുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിക്കാച്ചു വേഴ്സസ് ചാർമെൻഡർ ഗെയിം കാണാൻ താല്പര്യമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.